ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ 3 പേരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോയത്. ഡയറക്ടർ ആരാണെന്ന് പോലും ഞാൻ നോക്കിയില്ല, ഏതോ പുതുമുഖ ഡയറക്ടറാണ്. ഇന്നലെ ഞാൻ അനശ്വരയുടെ രേഖാചിത്രം കണ്ടിട്ട് വാട്ട് എ ഗ്രേറ്റ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. ഇന്നത് കലോടങ്ങി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. ഇതിനകത്ത് അനശ്വരയെ കൊണ്ട് കുറച്ച് മാസ് പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ സൂപ്പർ ശരണ്യയിൽ മാഷായിട്ട് അഭിനയിച്ച ആ ഒരു നടനെയൊക്കെ വെച്ചിട്ട് കുറച്ച് മാസ് രംഗങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, പരിതാപകരം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ടാക്കിയ അവസ്ഥ പോലെ ആയിപ്പോയി അനശ്വരയുടെ ഈ ഒരു സംഭവം. ഇന്നലെ രേഖാചിത്രം കണ്ട് എനിക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടതാണ്. അത് ഷോർട്ട് സ്പാനേ ഉണ്ടായുള്ളൂ ഈ സിനിമ കണ്ടുകൊണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭയങ്കര സങ്കടം തോന്നിപ്പോയി ഇതിനകത്തുള്ള അനശ്വരയുടെ പെർഫോമൻസ് കണ്ടിട്ട്. ഇതിലിപ്പോൾ ആരൊക്കെയാണ് ഓവർ ആക്ട് ചെയ്യാത്തതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതിനകത്ത് അർജുൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എക്സെൻട്രിക് ക്യാരക്ടറാണ്. അപ്പോൾ അത് ഓവർ ആക്ടിങ് ലെവൽ ആ ഒരു സാധനം വേണ്ട ഒരു പെർഫോമൻസ് ആയതുകൊണ്ട് അർജുൻ എനിക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റില്ല. ബാലു എപ്പോഴും ചെയ്യുന്ന പോലത്തെ നമ്മുടെ ഇതിഹാസത്തിലൊക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് സാധനം തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത്. ഓവറാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അനശ്വര, അൽത്താഫ്, നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയുടെ ഡയറക്ടർ അൽത്താഫ്, രഞ്ജി പണിക്കർ, ഇവരുടെ ഓവർ ആക്ടിങ്ങിൻ്റെ മത്സരമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അനശ്വരയൊക്കെ എനിക്ക് സങ്കടം തോന്നിപ്പോൾ. എനിക്ക് ആ കുട്ടി അത്ര ഇഷ്ടമാണ് ആസ് ആൻ ആക്ട്രസ്. ഇങ്ങനെ റോളിൽ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ തുറന്ന അഭിപ്രായം. സഹിക്കാൻ പറ്റിയില്ല. ഗുരുവായൂരമ്പല നടയിൽ കണ്ടിട്ട് ചില ആളുകൾക്ക് അനശ്വരനെ ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്ന് കണ്ടു നോക്ക്. അത് നിങ്ങൾ വേറെ ലെവൽ എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാത്തവർ വരെ പറയും. എനിക്ക് അതിനകത്ത് പോലും അനശ്വരനെ ഇഷ്ടപ്പെട്ടാണ്. ചെറിയ ചെറിയ കുറച്ച് എക്സ്പ്രഷനും പരിപാടികളൊക്കെ ഉണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇത് ഒരു രീതിയിലും എനിക്ക് ഇതിനകത്തുള്ള അനശ്വരയുടെ പെർഫോമൻസ് ഓയ്യോ എനിക്ക് പറ്റിയില്ലടേ. ഇന്നലെ രേഖാചിത്രം കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തീരെ പറ്റിയില്ല. രേഖാചിത്രത്തിൽ അത്രയും രസമായിട്ട് അനശ്വര ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സെറീൻ ആണ് അതിനേക്കാളും ആ സിനിമയിൽ വേറെ ലെവലിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ അത്ര എടുത്ത് പറയാതിരിക്കാൻ കുറച്ച് കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഞാൻ പറയാണ്, സെറിനെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആട്ടത്തിൽ വേറെ ലെവൽ പെർഫോമൻസ്. അപ്പോൾ അനശ്വര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ആ ഒരു പെർഫോമൻസ് പോലും മറന്നുപോയ അവസ്ഥയായിരുന്നു എനിക്ക്. എന്താണ് ഈ കുട്ടി കാണിച്ചത്, എന്തിനാണ് ഈ സിനിമ എടുത്തതെന്നൊക്കെയാണ് എനിക്ക് തോന്നിപ്പോയത്. ഒരു വിഷമവും തോന്നരുത്. ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു അനദർ മൂവി ബൈ അനശ്വര എന്ന് ഞാൻ പറയുന്നു. ആ കുട്ടിയിൽ എനിക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്. ഇതുപോലുള്ള സിനിമകൾ കാണുമ്പോഴാണ് ഇച്ചിരി സങ്കടം തോന്നിപ്പോകുന്നത്. ഈ സിനിമ എനിക്ക് തീരെ വർക്കായില്ല. ഹലോ മമ്മി കണ്ടപ്പോൾ അതിനകത്ത് എനിക്ക് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ എത്രയോ ഭേദം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. കാരണം നമ്മൾ ഒരു സാധനം കണ്ടിട്ട് നമുക്ക് ക്രിഞ്ച് ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു സാധനം അല്ലാന്ന് തോന്നി നമുക്ക് അരോചകമായിട്ട് തോന്നിയിട്ട് പിന്നെ ഇതിനേക്കാളും അരോചകമായ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അയ്യോ അത് എത്ര ഭേദമായിരുന്നു തോന്നൂലേ. അങ്ങനെ ഒരു അവസ്ഥ. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. ഈ സിനിമയെ പറ്റി എനിക്ക് ഒന്നുമില്ലടേ, നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. ഒരു നല്ല പാട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ലത് പറയാമെന്ന് പറയാം. എനിക്ക് ഒന്നും ലിറ്ററലി ഐ ആം സ്ട്രഗ്ലിങ് ടു സേ സംതിങ് ഗുഡ് അബൌട്ട് ദിസ് മൂവി. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊന്നുമില്ലടേ ഈ സിനിമയെ പറ്റി നല്ലത് പറയാൻ. ഫസ്റ്റ് ഹാഫൊക്കെ വളരെയധികം ബോറടിച്ചെന്ന് പറയണം. 1-2 സീനുകളുണ്ട് കുറച്ച് ചിരി വന്നത്. എനിക്ക് അർജുൻ അശോകൻ ആയിക്കോട്ടെ, ബാലു ആയിക്കോട്ടെ, ഇവരൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അർജുന ബ്രഹ്മയുഗത്തിലൊക്കെ വേറെ ലെവലായിരുന്നു. അർജുന ഒരുപാട് സിനിമകളുണ്ട്. പ്രണയവിലാസം എനിക്ക് അർജുൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ടതാണ്. ഇവരൊക്കെ ഒന്നിച്ചഭിനയിച്ച ജാനേമൻ എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ട പടമാണെന്നറിയാമോ. ബാലുയുടെ വേറെ ലെവൽ പെർഫോമൻസ് കണ്ടൊരു സിനിമ. ഇതൊക്കെ കണ്ടതിന് ശേഷം ഇത് കണ്ടിട്ട് ബാലു ഇതിനു മുന്നേ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് ആലോചിക്കണം.
അതിനകത്തൊക്കെ റോൾ എന്തായിരുന്നു? എനിക്ക് ഒരു രീതിയിൽ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്ക് വളരെ മോശം അനുഭവമാണ് ഈ സിനിമ നൽകിയത്. ഞാൻ കുറച്ചും കൂടി നല്ലൊരു സിനിമയായിരിക്കും, ഒരു എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ആണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത്. പക്ഷേ ദിസ് വാസ് എ ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റ് ഫോർ മീ. ഞാൻ തികച്ചും എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. എനിക്കിത് ഒരു വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് വെച്ചിട്ട് ഇതൊരു മോശം സിനിമയോ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാ എന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്താൽ മതി. ഇത് വ്യക്തിപരമായ എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് ഈ സിനിമ വർക്കായില്ല. ഹലോ മമ്മി എന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സിനിമ വർക്കായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ പോലെ തന്നെ ഇപ്പോൾ ജയഗണേഷ് എന്നുള്ള സിനിമ കുറേ പേർക്ക് വർക്കായിട്ടുണ്ടായിരുന്നു, എനിക്കത് വർക്കായിട്ടുണ്ടായിരുന്നില്ല. മാളികപ്പുറം കുറേ പേർക്ക് വർക്കായ പടമാണ്, എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. PS 1 and 2 കുറേ പേർക്ക് വർക്കായ പടമാണ്, എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊന്നും മോശം സിനിമകളാണെന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമാണ്. ടെർബോ ഒരുപാട് പേർക്ക് വർക്കായി, എനിക്ക് വർക്കായില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലടി, അത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ടെക്നിക്കലി ഒന്നും എനിക്ക് ഒരു കാര്യം, ഒരു പോസിറ്റീവ് ഇപ്പോൾ ഇത്ര ആലോചിപ്പോൾ ഒരെണ്ണം കിട്ടി. സൗണ്ട് ഡിസൈൻ. ഞാൻ ഈ സിനിമ കണ്ടത് വനിത സ്ക്രീൻ 3-ലാണ്. സൗണ്ട് ഡിസൈൻ നന്നായിട്ട് ഫീൽ ചെയ്തു. ഇതിനകത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്ന ഒരു സീനുണ്ട്. ആ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചപ്പോൾ എനിക്ക് കതിനെ പൊട്ടിയ എഫക്റ്റാണ് എനിക്ക് കിട്ടിയത്. അത്രയും സൗണ്ട് ഇങ്ങനെ പൊലിപ്പിച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചില സമയത്തൊക്കെ നല്ല രസമായിരുന്നു, മനസ്സിലായില്ലേ? ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്തെങ്കിലും ഗംഭീരമായ സൗണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഓരോ സൗണ്ടും എടുത്ത് കേൾക്കാൻ പറ്റുന്നത്. ബിറ്റ് ടു മച്ച് ആയിരുന്നെങ്കിൽ പോലും ഐ എൻജോയ് ദറ്റ് സൗണ്ട് ഡിസൈൻ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എനിക്ക് പോസിറ്റീവ് ഉള്ളു, വേറെ ഒന്നും ഇല്ലടി. ഞാൻ മാക്സിമം ശ്രമിച്ച് എനിക്ക് എന്തെങ്കിലും ഒന്നും പറയാൻ, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല, ഒന്നുമില്ല. ഞാൻ അതാണ് പറയണത്. ഇപ്പോൾ ഇവരുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കേസിലെടുത്താൽ പോലും ഞാനിപ്പോൾ എന്ത് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും എനിക്കിതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആൾക്കാരെ ഒന്ന് അറിയണമെന്നുണ്ട്. ഡയറക്ടറിൻ്റെ പേര് ഞാൻ പറയാം. പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചത് മോശം പടമാവുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാം. വേറെ ആരെങ്കിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള ആരൊക്കെ നോക്കട്ടെ. വിനീത് വിശ്വം, അതാണ് നമ്മുടെ സൂപ്പർ ശരണ്യയിലെ മാഷായിട്ട് അഭിനയിച്ച മച്ചാൻ. എനിക്ക് സങ്കടം തോന്നിപ്പോയി. പുള്ളിയുടെയൊക്കെ മാസ് എന്ന് പറഞ്ഞ് കാണിച്ച പെർഫോമൻസൊക്കെ എനിക്ക് അരോചകമായിട്ടാണ് ഫീൽ ആയത്. ബ്രോ ഒന്നും ഫീൽ ആവരുതും. ഇതിന് മുന്നുള്ള ബ്രോൻ്റെ പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നു. സൂപ്പർ ശരണ്യയിലെ അഭിനയം പോലും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയുന്നു. ബൈജു ചേട്ടൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്, എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് സാധനം. അൽത്താഫ് എനിക്കിഷ്ടമുള്ളൊരു നടനാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് ഈ പടത്തിൽ എനിക്ക് പിടിച്ചില്ല. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് പുതുമുഖ ഒരു പോലീസ് കഥാപാത്രം ചെയ്ത ആളൊക്കെ ഉണ്ട്, എനിക്ക് കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. രണദേവാണ് സിനിമാറ്റോഗ്രാഫർ, അമൽ നീരദിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ഐ ഡോണ്ട് നോ. മ്യൂസിക് സാം CS, ഒന്നും ഫീലായില്ല. മഹേഷ് മധു അതാണ് ഡയറക്ടർ. ബ്രോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർവേഡ് ടു അനദർ മൂവി ഫ്രം യു. അത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് തുറന്ന് പറയാം. പക്ഷേ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഇന്ന് തന്നെ ഒരുപാട് വേറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഗെയിം ചേഞ്ചർ, നൊസ്ഫെററ്റു, പിന്നെ മദ്രാസ്കാരൻ, നമ്മുടെ ഷെയ്ൻ്റെ ഒരു തമിഴ് സിനിമ. അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. ബൈ ബൈ.